വയനാട് ദുരന്തബാധിത മേഖലയിൽ സർക്കാർ ഫണ്ട് ദൂർത്തടിച്ചുവെന്നാണ് ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത്. ഈ ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുകയാണ്. ചില വാർത്തകൾ വന്നു, ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഈ വാർത്തയുടെ വാസ്തവം എന്താണ്? സംസ്ഥാന സർക്കാർ, നമ്മളുടെ കേന്ദ്ര സർക്കാരിന് ഓരോ പ്രധാനപ്പെട്ട ദുരന്തശേഷവും ആ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് അധികമായി വേണ്ടി വരാവുന്ന തുക കണക്കാക്കി ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കും. ഈ മെമ്മോറാണ്ടം സമർപ്പിക്കുക എന്നത് ഒരു റുട്ടീൻ പ്രൊസീജിയറാണ്. ഓരോ പ്രധാനപ്പെട്ട ദുരന്തവും ഉണ്ടാകുമ്പോൾ ഇത് നമ്മൾ അനുവർത്തിച്ചു വരുന്നതാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അനുവർത്തിച്ചു വരുന്നതാണ്. അതിനൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൽ ദുരന്ത പ്രതികരണ നിധിക്ക് ഉള്ള മാനദണ്ഡമനുസരിച്ചിട്ടാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കി നമ്മൾ കൊടുക്കേണ്ടുന്നത്. ആ മാനദണ്ഡത്തിൽ പരാമർശിക്കുന്ന വിവിധ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 219 കോടി രൂപയാണ് നമ്മൾക്ക് വയനാട് ദുരന്തത്തിന് പരമാവധി കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് ആവശ്യപ്പെടാൻ പറ്റുക. അതിന് നൽകിയ നിവേദനം, മെമ്മോറാണ്ടം എന്നത് മലയാളത്തിൽ നിവേദനമാണ്. ആ നിവേദനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടണം എന്ന് പരാമർശിച്ചപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ആ മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലും നൽകിയിരുന്നു. ഇതാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്, ഈ നിവേദനമാണ് സമർപ്പിച്ചിട്ടുള്ളത്. കോടതിയും ആ നിവേദനം പരിശോധിച്ച് ആ നിവേദനം കണ്ടു, ബോധ്യപ്പെട്ടു എന്ന് അതിൽ ഉൾപ്പെടുത്തി, അവരുടെ ഉത്തരവിൽ ഉൾപ്പെടുത്തി. അതിനപ്പുറത്തേക്ക് ഇതാണ് ചെലവഴിച്ച തുകയെന്നോ അല്ലെങ്കിൽ ഈ ചെലവ് ഞങ്ങൾ വരുത്തി കഴിഞ്ഞു എന്നോ ഒരു സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം കേന്ദ്ര സംഘത്തിന് ഈ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള നിവേദനം സമർപ്പിച്ചത് 9-ാം തീയതി കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ച് 14-ാം തീയതിയാണ്. 9-ാം തീയതിയിലെയും 14-ാം തീയതിയിലെയും വയനാട്ടിലെ സ്ഥിതിയും ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പൊതുസമൂഹത്തിന് വ്യക്തമായി പത്രമാധ്യമങ്ങളിലൂടെ വ്യക്തതയുള്ളതാണ്. അപ്പോൾ ആ വ്യക്തമായ അറിവുള്ള പൊതുസമൂഹത്തോടാണ് ഈ ചെലവുകളുടെ കണക്ക് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു, നമ്മൾ ഈ ചെലവ് വരുത്തിയിരിക്കുന്നു എന്ന വളരെ മലീഷ്യസായ തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്തും കേരള സർക്കാർ ഈ ചെലവാണ് ഈ വയനാടിൻ്റെ ദുരന്തത്തിന് വേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ ആൻറ്റിസിപ്പേറ്റഡ് കോസ്റ്റുകളാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് പരിശോധിക്കാൻ ഒരു കേന്ദ്ര സംഘം ഇവിടെ വന്നിരുന്നു. അവരുടെ പരിശോധനയ്ക്ക് ശേഷം അവർ കേന്ദ്ര സർക്കാരിനോടൊരു തുക ശുപാർശ ചെയ്യും. അങ്ങനെ ശുപാർശ ചെയ്യുന്നതിനെ പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു തുക കേരളത്തിന് അനുവദിക്കും. ഉദാഹരണത്തിന് 2018 പ്രളയത്തിന് നമ്മൾ 6000 കോടി രൂപയുടെ മെമ്മോറാണ്ടമാണ് നൽകിയത്. നമ്മൾക്ക് കേരളത്തിൽ വന്ന നാശനഷ്ടം ഏതാണ്ട് 26,000 കോടി രൂപയായിരുന്നു. നമ്മൾക്ക് ലഭിച്ചതാകട്ടെ 2904 കോടി രൂപയാണ്. 2019 കേരളത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് നമ്മൾ 2108 കോടി രൂപയുടെ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് ഒരു പണവും കേരളത്തിന് അതിനായി പ്രത്യേകം അനുവദിച്ച് നൽകിയില്ല. ആ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള മെമ്മോറാണ്ടത്തിൽ അസസ്മെൻറ്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ്, ദുരിതാശ്വാസത്തിനും ദുരന്ത പ്രതികരണത്തിനുമുള്ള അസസ്മെൻ്റാണ് നടത്തുന്നത്. ആ അസസ്മെൻ്റ് ഒരു ആൻറ്റിസിപ്പേറ്ററി കോസ്റ്റാണ്. സാധാരണ കേന്ദ്ര സംഘങ്ങൾ വരുന്നത് 1 മാസമോ 2 മാസത്തിനോ ശേഷമാണ്. എന്നാൽ ഇത്തവണ 10-ാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസം അവർ നേരത്തെ വന്ന് അവരുടെ അസസ്മെൻറ്റുകൾ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് തന്നെ നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷൻ അവരെ കാണിച്ചിരുന്നു. അവരുടെയും കൂടി ഉപദേശങ്ങൾ കൂടി പാലിച്ചുകൊണ്ടാണ്, അവരുമായി ചർച്ച കൂടി നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഒരു പ്രാഥമിക കണക്കുകളുള്ള മെമ്മോറാണ്ടം നൽകിയത്. 30 മുതൽ 90 ദിവസം വരെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരേണ്ടി വന്നാൽ നമ്മൾക്ക് ചിലവാകാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കുകളാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെയാണ് ചിലവായ കണക്കിൻ്റെ, ചിലവിട്ട കണക്കിൻ്റെ എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇത് കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. കേരളത്തിലേക്ക് ഈ ചുരുങ്ങിയ അളവിലെങ്കിലും 219 കോടി രൂപയുടെ കേന്ദ്ര സഹായമാണ് നമ്മൾക്ക് മാനദണ്ഡമനുസരിച്ച് ചോദിക്കാവുന്നത്. അതിൽ നിന്ന് ലഭിക്കാനുള്ള തുകയെങ്കിലും ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നൽകുന്നത്. ആ മെമ്മോറാണ്ടത്തിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനോടുകൂടിയുള്ള വിരുദ്ധമായ ഒരു പ്രതികരണമാണ്. ഹൈക്കോടതി ഉത്തരവിലും ഒരിടത്തും ഇത് ദുരന്തത്തിന് ചെലവായ കണക്കാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടില്ല. ഞങ്ങളും കോടതിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ദുരന്ത നിവാരണ ഫണ്ട് ദൂർത്തടിച്ചു, ദുരന്തബാധിത മേഖലയിൽ ഭീമൻ ചെലവ്, സർക്കാർ വീട് നഷ്ടപ്പെട്ടവർക്ക് പണം കൊടുക്കാൻ പിശുക്ക് കാണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ദുരന്തബാധിത മേഖലയിൽ ഭീമൻ ചെലവ് വരുത്തിയിട്ടുള്ളത് എന്ന തരത്തിലാണ് വാർത്ത. ഈ വാർത്തയുടെ വസ്തുത എന്താണ്? ഒന്ന്, കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് ഒരു വീട് പൂർണ്ണമായും തകർന്നു പോയാൽ, അത് ഒരു വലിയ 5000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം തകർന്നു പോയാലും 500 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം തകർന്നു പോയാലും 1,30,30,000 രൂപ മാത്രമാണ് മലയോര മേഖലയിൽ കിട്ടുക. 1,30,30,000 രൂപയ്ക്ക് കേരളത്തിൽ ഒരു വീട് പുനർനിർമ്മിക്കാൻ സാധിക്കില്ല എന്നത് നമ്മൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത് നമ്മൾ കാണേണ്ടുന്നത്, ഈ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള കണക്കാണ് നമ്മൾ പറയുക. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ചെലവിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലധികമായി വേണ്ടി വരുന്ന തുക നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് എടുക്കുന്നത്. അത് കേരള സർക്കാർ മറ്റ് ആളുകളുടെ വെൽവിഷേഴ്സിൻ്റെയൊക്കെ സഹായത്തോടുകൂടി സ്വരൂപിക്കുന്ന പണമാണ്. കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് മാത്രമാണ് നമ്മൾക്ക് ദുരിതാശ്വാസം നടത്തേണ്ടതെങ്കിൽ വളരെ പരിമിതമായ തുക മാത്രമേ നൽകാൻ സാധിക്കുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1 കിലോമീറ്റർ റോഡ് തകർന്നു പോയാൽ 1 ലക്ഷം രൂപ മാത്രമാണ് നമ്മൾക്ക് ചിലവാക്കാൻ സാധിക്കുക. 1 ലക്ഷം രൂപ മാത്രം. അപ്പോൾ 1 ലക്ഷം രൂപ മാത്രം വെച്ച് കേരളത്തിൽ റോഡുകൾ നിർമ്മിച്ചാൽ മതി എന്നതാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ ദുരുദ്ദേശവും. ഇപ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, ദുരന്തബാധിത മേഖലയിൽ വസ്ത്രം വാങ്ങാൻ 11 കോടി രൂപ, ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇതിലെന്താണ് വസ്തുത? നമ്മൾക്ക് അതിനെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ദുരന്ത മേഖലയിലെ വസ്ത്രം വാങ്ങാൻ, ദുരന്തത്തിൽ പൂർണ്ണമായും വസ്ത്രവും നമ്മളുടെ വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ടു പോയാൽ, വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമ്പോൾ 2,500 രൂപയും, വസ്ത്രങ്ങൾ പൂർണ്ണമായും ഒരു 4 പേരുള്ള കുടുംബത്തിൻ്റെത് നഷ്ടപ്പെട്ടു പോയാൽ 2,500 രൂപയുമാണ് നൽകാൻ സാധിക്കുക. 2,500 രൂപയുടെ വസ്ത്രങ്ങൾ മാത്രമാണോ നമ്മൾക്ക് ആവശ്യം എന്നതാണ് പ്രശ്നം. ഒരു കുടുംബത്തിൽ 2,500 രൂപയുടെ വീട്ടുപകരണങ്ങളേ ഉള്ളൂ, അത് മാത്രം മതിയോ? അതാണോ നമ്മൾ ദുരിതാശ്വാസമായി കാണുന്നത്? കേരളം എന്താണെങ്കിലും അങ്ങനെയല്ല കാണുന്നത്. കേരളം 1000 വട്ടം കേന്ദ്ര ഗവൺമെൻറ്റിന് അഭ്യർത്ഥനകൾ വെച്ചിട്ടുണ്ട്. പല ആവർത്തി നമ്മൾ ഫിനാൻസ് കമ്മീഷനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ വളരെ പരിമിതമാണ്, ഇത് ഒരു തരത്തിലും ആശ്വാസമാകുന്നില്ല എന്ന്. അപ്പോൾ അവിടെ 2,500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങി നൽകിയാൽ മതി എന്നതാണ് ഈ വാർത്തകൾ ഇങ്ങനെ തെറ്റിച്ച്, ചെലവിട്ട കണക്കുകൾ എന്ന് പറഞ്ഞ് തെറ്റിച്ച് പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം തന്നെ. അത് കേരളത്തിന് സ്വീകാര്യമല്ല. കേരളത്തിൽ ദുരന്തം ബാധിച്ചവരെ നെഞ്ചോട് ചേർത്ത് തന്നെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് പരമാവധി സ്രോതസ്സുകളിൽ നിന്ന് പണം സംഭരിക്കുക എന്നത് തന്നെയാണ് നമ്മളുടെ ഉദ്ദേശവും. ഇനി അടുത്തതിലേക്ക് വരാം. നമ്മൾക്ക് അവിടെ മൃതദേഹം സംസ്കരിച്ചതിന് 9-ാം തീയതി മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലം നമ്മൾക്ക് സൗജന്യമായി ലഭിക്കും എന്ന ഉറപ്പ് എവിടെയെങ്കിലും ഉണ്ടോ? 2, അങ്ങനെ ലഭിക്കുന്നത് നമ്മൾക്ക് കെട്ടിയെടുക്കണമെന്നും തെളിച്ചെടുക്കണമെന്നും മൃതദേഹം സംസ്കരിക്കാൻ യോഗ്യമായ രീതിയിലാക്കണമെന്നും ഉള്ള ചെലവുകളെക്കുറിച്ച് നമ്മൾക്ക് ധാരണയുണ്ടോ? കേരളത്തിൽ ശരാശരി ഒരു ബോഡി ബെറിയലിന് ഏകദേശം ചിലവാകാവുന്നത് 1 ലക്ഷം രൂപ വരെയാണ്. ഒരു പള്ളി സെമിത്തേരിയിൽ അടക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ഒരു സംസ്ഥാനം എന്ന നിലയിൽ, ഒരു സംസ്ഥാന സർക്കാർ കാര്യങ്ങളെ കാണുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകർ വന്നിത് സൗജന്യമായി ചെയ്തു തരും എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടല്ല ചിലവുകൾ കാണുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു ബെറിയൽ നടത്തണമെങ്കിൽ നമ്മൾക്ക് എന്തു ചിലവ് വരും? അത് 75,000 രൂപ കുറഞ്ഞുപോയി എന്ന അഭിപ്രായമേ എനിക്കുള്ളൂ. 1. 2, ഈ 75,000 രൂപയുടെ കണക്കിൽ നമ്മൾ കാണേണ്ടുന്നത് അന്നേ ദിവസം എത്ര പേർ മരണപ്പെട്ടു എന്നത് മാത്രമല്ല, ഓരോ ബോഡിയുടെ പാർട്ടും പ്രത്യേകമായി അടക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബഹുമാനപൂർവ്വം പ്രത്യേകമായി തന്നെ ആ ഓരോ ബോഡി പാർട്ടിൻ്റെ മുന്നിലും നമ്മൾ DNA സാമ്പിളിംഗ് നടത്തിയതിൻ്റെ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടാണ് ഓരോ ബോഡി പാർട്ടുകൾ തന്നെ അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോഡി നമ്മൾക്ക് ബഹുമാനപൂർവ്വം നമ്മൾക്ക് ബറി ചെയ്യേണ്ടുന്ന അതേ ചിലവ് തന്നെയാണ് ബോഡി പാർട്ടിനും വരിക. അപ്പോൾ അന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ലഭിച്ച ഡെഡ് ബോഡിയും ബോഡി പാർട്ടും കൂടി 359 ഉള്ളൂ. പക്ഷെ അത്രയും ബോഡി പാർട്ടാണോ പിന്നീടുണ്ടായത്? 413 വരെ ബോഡി പാർട്ടുകൾ പോയില്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തേ കാണാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ്. ആ ഭാഗം എടുത്ത് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചാൽ, അത് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ്.
എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഈ മെമ്മോറാണ്ടത്തിൻ്റെ കവറിംഗ് ലെറ്ററായി കേന്ദ്ര സർക്കാരിന് കൊടുത്തതിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ദുരന്ത പ്രതികരണ നിധിയിൽ ഞങ്ങളുടെ കയ്യിലുള്ള തുകയിൽ അധികമായി വേണ്ടി വന്നേക്കാവുന്ന തുകയാണ്. വി മേ റിക്വയർ 219 crores ഇൻ അഡീഷൻ ടു ദ എമൗണ്ട് ദാറ്റ് വി ഹാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എവിടെയാണ് ചെലവിൻ്റെ കണക്കായത്, ചിലവാക്കിയ കണക്കായത്? എവിടെയാണ് ഞങ്ങൾ യൂസ് കൊടുത്തിട്ടുള്ളത് ചിലവാക്കിയതായി? അപ്പോൾ തെറ്റിദ്ധാരണ പരത്തി കേരളത്തിൽ ഈ ദുരന്ത പ്രതികരണ നിധിയിലേക്ക് വരേണ്ടുന്ന, അത് നിയമം മൂലം ഉണ്ടായിട്ടുള്ള നിധിയാണ്, ദേശീയ ദുരന്ത നിവാരണ നിയമത്തിനുള്ളിലുള്ള നിധിയാണ്. ആ നിധിയിലേക്ക് വരേണ്ടുന്ന തുകയെ തടസ്സപ്പെടുത്താനുള്ള കുൽസിതമായ ശ്രമമാണ്. മെമ്മോറാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വാർത്തകൾ വളച്ചൊടിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തിരിച്ചടിയായി മാറില്ലേ? അല്ല, നമ്മുടെ സംസ്ഥാനത്തിനല്ല, ഇത് ഈ രീതിയിൽ ആണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ, ഈ രീതിയിൽ ഇതിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സംസ്ഥാനം എന്ന നിലയിൽ ലഭിക്കേണ്ടുന്ന ഒട്ടനവധി സഹായങ്ങളെ ഇത് ബാധിക്കും. അതിവിടെ മാത്രമല്ല. രണ്ട്, ഇത് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിനെ തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിച്ചിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കോടതി ഉത്തരവിൽ ചെലവിൻ്റെ കണക്കുകൾ കൊടുത്തിരിക്കുന്നു എന്നാണ് അവതരിപ്പിച്ചത്. തെറ്റിദ്ധാരണാജനകമാണ്. ഇത് കോടതിയും കാണാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി എല്ലാ ആഴ്ചയും ഈ വിഷയം പരിശോധിക്കുന്നതാണ്. ഞങ്ങൾ നേരിട്ട് കോടതി മുൻപാകെ കാര്യങ്ങൾ പറയുന്നവരാണ്. അവിടെ എവിടെയാണ് ഇതാണ് ഞങ്ങൾക്കുണ്ടായ ചിലവെന്ന് പറഞ്ഞത്? അപ്പോൾ അതിനെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇത് ദുരവ്യാപകമായ അനന്തരഫലം ഇത് ഇത്തരത്തിൽ വളച്ചൊടിച്ചവർക്കും ഉണ്ടാകും. പൊതുസമൂഹം എന്ന നിലയിൽ നമ്മളാണ് ഇതിൻ്റെയൊക്കെ ഇത്തരം വളച്ചൊടിക്കപ്പെട്ട കുൽസിതമായ ആരോപണങ്ങളുടെ ബാക്കി പത്രം പേറുന്നവരും. ഇപ്പം ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചതിനെതിരെ ദുരന്ത നിവാരണ അതോറിറ്റി നിയമപരമായ നടപടിയുമായി അല്ലെങ്കിൽ വസ്തുതകൾ കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിധേയമായി എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശം അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഇതിൽ അന്തിമം. അദ്ദേഹമാണ് ഞങ്ങളോട് നിർദ്ദേശിക്കേണ്ടത് എന്താണ് ഞങ്ങൾ അടുത്ത പടിയായി ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെയായിരിക്കും. അതിന് തരംഗം വയ്ക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഏതു രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ചെയർമാൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തെറ്റായ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ സംഘടിതമായി നടപ്പാക്കിയത് എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.